ഇത് സ്വിമ്മിംഗ് പൂൾ കേട്ടോ. ഫുള്ള് മക്കൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളാണ്. ജയ്യു ഇവിടെ മരങ്ങളെ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ സാധനം. കേട്ടോ പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ അല്ലേ? അതോ അവനെ മേലെ 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 കൊണ്ടുപോയിട്ടോ. അമ്പോ ഇപ്പൊ വിടും. അപ്പൊ നമ്മളിനി നേരെ ബീച്ചിലേക്ക്. ബീച്ചിൽ നമ്മളെ ഒരാളും കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരു ബീച്ചിൽ എത്തി കേട്ടോ. യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ വന്ന വീഡിയോ നിങ്ങളെല്ലാവരും ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ആ വീഡിയോനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു. അപ്പം ആ സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ തമ്പനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് എന്താക്കാം, അല്ല ഞാൻ വഴിയേ പറഞ്ഞുതരാം. അപ്പം ചെതാ കാറും കൊണ്ട് ഇങ്ങോട്ട് കാറും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഏകദേശം ഒരു 12:30 സമയമായിട്ടോ അപ്പാണ് പോകുന്നത്. ഇനി ബാക്കിയെല്ലാം 12:30 അല്ല 1 മണി ആവാനായി ഏകദേശം. അപ്പം നമ്മളെന്തായാലും പോകുന്ന വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് എന്തൊക്കെ പ്ലാനിങ് ഒന്നുമില്ല, വലിയ പ്ലാനിങ്ങുള്ള നമ്മൾ ഒരു എന്താ പറയുക ട്രിപ്പിനും പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പക്ഷേ എവിടെ എത്തുന്നോ അതൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരും, അത്രയേ ഉള്ളൂ. അപ്പം ഏതായാലും ജയ്യും എൻ്റെയും കോസ്റ്റ്യൂം കാണിച്ചു കൊടുക്കും. ജയ്യുവിൻ്റെ ജയ്യോനൊരു സ്വെറ്റർ മോഡലാട്ടോ ഇട്ടിക്കറേ. അതിപ്പം ചിലപ്പം ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഊരും. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഊരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം എന്താക്കാം, നമുക്ക് പോകുന്ന വഴിയിൽ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇപ്പം ഏകദേശം കൽപ്പറ്റ എത്തി കേട്ടോ. എല്ലാവരും എന്താ ഇപ്പം നമ്മൾ കൂളിങ്ങിൻ്റെ ഒരു സംഭവം, അതായത് കാണിച്ചു തരാം. ഈ ചില്ലുമ്മിൽ വെക്കുന്ന ഒരു സാധനമല്ലോ, ആ ഒരു സാധനം മേടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. എൻ്റെ സൗണ്ട് എത്രത്തോളം കേൾക്കുമെന്ന് അറിയില്ല കേട്ടോ. കാരണം ഇപ്പം നമ്മളുള്ളത് എവിടെയാന്ന് വെച്ചാൽ വൈറ്റിലാണ് കേട്ടോ. വൈറ്റിരി പാർക്കിലാണ്. 250 തരില്ല. 250 रुपये कर देगा. 4 पीस ले लेना और 2 पीस कोई लेता नहीं है ना सर. चल नहीं होता. 250 रुपये 250 रुपये നാലെണ്ണം. രണ്ടെണ്ണം തരുമോ? 160 रुपये देगा. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോവാന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് ഇവിടെയും കൂടെ കയറിയിട്ട് പോവാൻ വിചാരിച്ചു കേട്ടോ. ഇതെന്തൊക്കെയാണ് ഏതൊക്കെയാണ് നമുക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ ഇതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ആണ് ഗായ്സ്, ഫുള്ള് കുട്ടികൾക്കുള്ള സംഭവങ്ങളാണ് കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല. നമുക്ക് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ കറക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇല്ല, രാവിലെ 10 മണി മുതൽ ആരും കാണുന്നില്ലല്ലോ. വെയിലായതുകൊണ്ട് എങ്ങനെ നോക്കിട്ട് പോവാ. എന്താ പറഞ്ഞത്? ആ എത്ര മണി വരെ ഉണ്ട്? അതാ സംഭവമാണ്. രാത്രി മൊത്തം ഈ ലൈറ്റ് എത്തിയിട്ട് ഫുള്ള് സംഭവമാണ് സംഭവം. എന്നാ നമുക്ക് തിരിച്ചു വരുമ്പോ കയറാൻ 11 മണി. കുഴപ്പമില്ല ഗൈസ്. ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. നിങ്ങൾ ബാക്കി കണ്ട് മനസ്സിലാക്കുക. എനിക്ക് ഇവിടെ നിന്ന് ഒന്നും പറയാൻ തന്നെ കിട്ടുന്നില്ല. അടിപൊളി. ഇവിടെ ഒരു പുഴ പോലെ സെറ്റ് ചെയ്ത്, പുഴയല്ല ആറ് പോലെ സെറ്റ് ചെയ്ത് 10 മീനടിയില്. വാവ് ഗൈസ്, അടിപൊളി. ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ, കാരണം അവിടം വരെ ഉള്ളൂ. പക്ഷെ നല്ല ഭംഗിയുണ്ട്. പായലൊക്കെ ഇട്ടിട്ട് ഫുള്ള് അടിപൊളി ഗൈസ്. സൈക്ലിംഗ് ഒക്കെ ഉണ്ട്. അതാ ഈ ഒരു ഇതുമ്മ കൂടെ അവിടെ വരെ സൈക്കിള്. അതാ സൈക്കിള്. അതാ ഉപ്പാ സൈക്കിള് ഗൈസ്. അതാ സ്വിമ്മിംഗ് പൂള്. സ്വിമ്മിംഗ് പൂളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ അല്ലേ? ഞാൻ സൂം ചെയ്ത് കാണിച്ചുതരാം. ഗൈസ് ഇത് സ്വിമ്മിംഗ് പൂൾ കേട്ടോ. ഫുള്ള് മക്കൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളാണ്. അതിപ്പോ തൽക്കാലം മനസ്സിലാക്കും. ഇതെന്താ സംഭവം എന്ന് പറയോ? ഇത് മറ്റേ ആ മേളിലൂടെ കാണുന്ന ആ വയറിലൂടെ അങ്ങനെ അങ്ങ് വരെ പോകുന്ന ഒരു സാധനമാണ്. അതിന്റെ
നല്ലതാണ് പത്തു. അതാ കണ്ടോ, അതാ അവിടെ ആ സാധനത്തിൽ ഇരുന്നിട്ട് നമ്മൾ അങ്ങനെ കൊണ്ടുപോകും. ഫുൾ ഇവിടെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അടിപൊളി ഗായ്സ്. അത് ആ സാധനം കണ്ടോ, ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഇതാ അവിടെ എഴുതി വെച്ചിട്ട് നമുക്ക് തിരിച്ച് വരുമ്പോ എന്താ എന്താ ഗായ്സ് ഇവിടെ മറ്റേ ആ സാധനം ഉണ്ട് കേട്ടോ. ഗായ്സ് മറ്റേ കാളയമ്മൽ ഇരുന്നിട്ട് ഇങ്ങനെ കുലുക്കി മറച്ച് ഇടുന്ന ആ സാധനം. എവിടെ ബുൾ റൈഡ് ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മള് വിചാരിച്ച പോലെ അല്ല. ഇതെന്ത് സംഭവം? അവിടെ കാണുന്നുണ്ടോ നിങ്ങള് ഒരു വൈറ്റ് ലൈറ്റ്? അതാണ് രാത്രി ആവുമ്പം ഇങ്ങനെ തിളങ്ങുന്നത്. നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ രാത്രി പക്ഷെ ഒന്നുകൂടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പൊ ഭയങ്കര വെയിലാണ്. വെയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കൂ ഗൈസ്, മൊട്ട വെയിലാണ്. മൊട്ട വെയിലെത്തുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും അടിപൊളിയാണ് സംഭവം. കുറെ ഗെയിംസ്. അഥവാ എനിക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം അല്ലെങ്കിൽ വേണ്ട, ഈ രാത്രി വരുമ്പം വേറെ ലുക്കായിരിക്കും ഇവിടെ. പകലത്തെ ലുക്ക് ആദ്യം നിങ്ങൾ കണ്ടോളൂ ഗൈസ്. ഇവിടെ ഡിനോസർ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് അടിപൊളി ഗൈസ്. ഇങ്ങനെയുള്ള കുറേ ഗെയിംസ് ഉണ്ട് കേട്ടോ. അതായത് നമുക്കിങ്ങനെ കളിക്കാൻ പറ്റുന്ന. പക്ഷെ ഇതൊന്നും ഇപ്പം ഇവിടെ ഇതെല്ലാം തോന്നുന്നു ഓപ്പൺ അല്ല തോന്നുന്നു. കാരണം ആൾക്കാരൊന്നും ഇവിടെ കാണുന്നില്ല. മൊത്തത്തിൽ ഇവിടെ ആരും ഇല്ല കേട്ടോ സംഭവം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ല വെയിലാണ്. അപ്പം ഈ സമയത്തൊന്നും ആരും ഉണ്ടാവില്ല ഇവിടെ. 10 മണി തൊട്ടിട്ട് രാത്രി 10 മണി തൊട്ടിട്ട് അല്ല, രാവിലെ 10 മണി തൊട്ടിട്ട് രാത്രി 10 മണി വരെ എന്നാണ് അവർ 11 മണി വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തായാലും ഇതൊക്കെ ഇവിടെ നിന്ന് വെറുതെ കണ്ടിട്ട് പോകാം. ഓക്കെ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. അതായത് നമ്മുടെ ഡെസ്റ്റിനേഷൻ ശരിക്കും ഇതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പോവാണ്. നമ്മൾ തിരിച്ച് വരുമ്പോൾ ഭയങ്കര വെയിലായത് കാരണം ഇവിടെ ഒന്നും നടക്കൂല കേട്ടോ. ഇത് ശരിക്കും രാത്രിയും ഉണ്ട്. അപ്പം നമുക്ക് തിരിച്ച് വരുമ്പോൾ കയറാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗൈസ് ഇതാണ് കേട്ടോ സാധനം. കേട്ടോ പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ അല്ലേ? ഗൈസ് പോകുന്നു അവർ. അങ്ങ് വരെ ഉണ്ട് കേട്ടോ. ഇതാണ് ആ സാധനം. ആ കയറുമ്പോൾ കൂടെ അങ്ങനെ പോകും. ഇവിടുന്നാണ് കയറേണ്ടത്. ഈ സ്റ്റെപ്പുകൾ കയറി മേളിൽ ചെന്നിട്ടാണ് നമ്മൾ അങ്ങനെ കയറേണ്ടത്. അമ്മച്ചിപ്പച്ചക്ക് അങ്ങ് എത്തിട്ടോ. അപ്പം നമുക്ക് ഏതായാലും തിരിച്ച് വരുമ്പം നമുക്ക് എന്താക്കാം, ഇവിടെ കയറിയിട്ട് കാണാം. അപ്പം നമുക്ക് നേരെ പോവാം. ഓക്കെ, ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് കേട്ടോ. അപ്പം നമ്മൾ അവിടത്തേക്ക് കയറാൻ ടൈമില്ല. പിന്നെ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഇവിടുന്ന് സംഭവം അതാ ഇതാണ് കേട്ടോ. അടിപൊളി. അപ്പം നമുക്ക് എന്തായാലും അവിടെ പോവാൻ. അവിടെ മറ്റേ വലിയ ഊഞ്ഞാലയൊക്കെ ഉണ്ട്. പിന്നെ അത് അവിടെ ഒരു പെണ്ണിനെ എന്തോ ചെയ്യാൻ പോകുന്നുണ്ട്. അതെന്തിനുള്ളതാണ്? അതാ അമ്മ വേണ്ട, അമ്മ പോവാ. ഇതിന്റെ മേലെ കൂടെ എന്തൊക്കെ പരിപാടിയാണ്. എന്തായാലും നമുക്ക് ഇവിടെ കയറാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറേ അഡ്വഞ്ചർ സംഭവങ്ങളാണ് കേട്ടോ ഫുള്ളുള്ളത്. ആ പെണ്ണായ്മന്ന് ഇറങ്ങി വരിക. ഓളത് കഴിഞ്ഞു പോകുന്നു. എന്തൊക്കെയോ സംഭവങ്ങൾ. അവിടെ മറ്റേ ഊഞ്ഞാലയൊക്കെ ഉണ്ട്. നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ആടുന്ന ഒരു ഊഞ്ഞാലയൊക്കെ ഉണ്ട്. അടിപൊളി ഗൈസ്. നമുക്ക് അതാ നോക്കിക്കോട്ടോ, ഒരു സെക്കൻഡ് അവിടെ നിന്ന് എടുത്ത് വിടുന്നുണ്ട്. ഊഞ്ഞാലയും ഉണ്ട്. നോക്കട്ടെ നിങ്ങൾക്ക് കാണാനോ. ആ വലിക്കുന്നുണ്ട്. അത് അങ്ങ് കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് വലിച്ചങ്ങിടാനേക്കും. ഇല്ല, അവൻ പൊന്തുന്നുള്ളൂ. അതെ, ഓരിപ്പോ അവിടുന്ന് പൊന്തിക്കുള്ളൂ. ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കൊറേ വലുതാണെന്ന്. പക്ഷെ ഇത് ചെറിയതാണ്.
അതോ അവനെ മേലെ 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 കൊണ്ടുപോയിട്ടോ. അമ്പോ ഇപ്പൊ വിടും. എന്തെന്നാ അമ്മ നിങ്ങളാ കരുനാക്കുന്നല്ലോ. അടിപൊളി. മറ്റേന്റെ അത്ര ഇല്ല അല്ലേ, പക്ഷെ നല്ല രസമുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ കേറാനുള്ള സമയമില്ല ഗൈസ്, നമുക്ക് പോവാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ധൈര്യമില്ലാത്തവര് കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം അറ്റാക്കൊക്കെ വരും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് തിരിച്ചു പോവാം. നമുക്ക് ഇവിടെ കയറാനുള്ള ടൈമില്ല കേട്ടോ. ആ അത് അപ്പുറത്ത് അത് ഈ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നവര് ചെയ്യുന്നതാ, ഞാൻ കണ്ടിക്ക് അങ്ങനത്തെ. ഗൈസ് നമുക്ക് എന്തായാലും കയറാൻ സമയമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോവാണ്. ബൈക്കുകളോ കുറെ ടൂറിസ്റ്റുകൾ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി വഴി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കുറേ സംഭവങ്ങൾ വന്നിക്കുക. അതായത് വൈത്തിരി എന്ന് പറയുന്ന വൈത്തിരി അല്ലാതായി ഗൈസ്. വൈത്തിരി എന്ന് പറയുന്ന സംഭവം വൈത്തിരി അല്ലാണ്ടായിക്കാണ്. അത്രക്ക് സംഭവങ്ങളും അഡ്വഞ്ചേഴ്സും പാർക്കുകളുമാണ് വൈത്തിരിയിൽ വന്നിട്ട്. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈത്തിരി ഏതാന്ന് നമുക്ക് മനസ്സിലായില്ല, ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടായിരുന്നു. അത്രയും സംഭവങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും അടിപൊളിയായി. നമ്മളെ വയനാടൊക്കെ നല്ല മെച്ചപ്പെട്ട് വരുന്നുണ്ട്. എന്റെ വർത്താനം അധികം കേൾക്കൂല, കാരണം എന്താ വെച്ചാൽ പുറത്തുനിന്നുള്ള കാറ്റ് വരുന്നത് കൊണ്ട്. ജയ്യൂനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ജയ്യൂനെ ഞാൻ പറഞ്ഞില്ലേ ഡ്രസ്സൊക്കെ മാറ്റുന്നേ, അതേപോലെ തന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഓനെ വേറൊരു ഡ്രസ്സ് ഇടിപ്പിച്ച് കാണിച്ചു തരാം. ഉമ്മച്ചിന്റെ അടുത്ത് ഇതാ ജയ്യൂട്ടൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവന്റെ ഡ്രസ്സൊക്കെ മാറ്റി വേറെ ഡ്രസ്സാക്കി. കാരണം ഭയങ്കര ചൂടാണ്. നമ്മളിങ്ങനെ കാറിൽ പോകുമ്പോ ഇങ്ങനെ ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങിയാലൊക്കെ ഓൻ വല്ലാണ്ട് ഇടങ്ങേറാവും, കാരണം ഭയങ്കര ചൂടാണ്. അപ്പം ഓനക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഒരു എന്താ പറയാ തിന്നായിട്ടുള്ള ഒരു മെറ്റീരിയലിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിക്കണേ. അതുകൊണ്ട് വലിയ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബാക്കിയൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് എന്തൊക്കെയോ ആണ് നടക്കുന്നത്, അതുകൊണ്ട് വഴിയെ കാണാം നിങ്ങൾ. ഓക്കെ, ചുരം ഉണ്ടാക്കിയ ആളെ ബ്രിട്ടീഷിന് പേര് കിട്ടാൻ എവിടെ എവിടെ ഇതാണ് കരിന്തണ്ടൻ. ഇയാളാണ് നമ്മളെ ചുരം ഉണ്ടാക്കിയത്. മൂപ്പനാണ് ചുരം ഉണ്ടാക്കിയത്. അയാളാണ് നമ്മളെ ചുരം, അതായത് വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം ഉണ്ടാക്കിയ, അത് വഴി വെട്ടിയ ആളാണ് അയാള്. അപ്പം എന്താണ് വഴി കാണിച്ചു കൊടുത്ത ആള്, അതായത് താഴെ നിന്ന് ഇങ്ങോട്ടേക്ക് വയനാട്ടിലേക്ക് വഴി കാണിച്ചു കൊടുത്തത്. ഇനി വയനാടിന്റെ ഒരു എൻട്രൻസ് കാണിച്ചു തരാം കേട്ടോ. ഗായ്സ് വയനാടിന്റെ എൻട്രൻസ് ഇട്ടാ. ഇനി നമ്മൾ നേരെ താഴോട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. ചുരം കാണിച്ചു തരാം. ഇതാണ് ഗായ്സ് നമ്മളെ ചുരം. ചുരത്തിലൊന്നും ഇറങ്ങാൻ പറ്റൂല കേട്ടോ, കാരണം എന്താ വെച്ചാല് ഭയങ്കര വെയിലാണ്. വെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ചിലപ്പോ നിന്നാ കരിഞ്ഞു പോകും, പക്ഷെ ആൾക്കാർ ഇവിടെ ഉണ്ട്, കരിഞ്ഞിക്കൊന്നുമില്ല. ചുരം നോളജ് സിറ്റി ഇവിടുന്ന് കാണുന്നുണ്ട്, പക്ഷെ ക്യാമറയിൽ കാണൂല. അതാണ് ഗൈസ് നമ്മള് രണ്ട് കപ്പിൾസ് ആയിട്ടുള്ള നോട്ട് അത്ര ശരിയില്ല. ഗായ്സ് നമ്മൾ ഇറങ്ങൂലെന്ന് പറഞ്ഞിട്ടും ഇറങ്ങാണ് കേട്ടോ. ഇല്ല, ഞാനൊന്ന് ഇറങ്ങിയിട്ട് ഇവർക്ക് ഇത് കാണിച്ചു കൊടുക്കട്ടെ. എന്റെ വീഡിയോസ് കാണുന്നവര് ചിലപ്പോൾ ചുരം ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. ഗായ്സ് ഇതാണ് ചുരം. താഴ്ക്കൂട് റോഡ് കണ്ടു ഗൈസ്, കൂടെ പോകുന്നുണ്ട്. അതിക്കൂടെയാണ് നമ്മളും പോകേണ്ടത്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് താഴ്ക്കൊക്കെ എന്തോ ആണ് ഗൈസ്. ഇവിടെ വലിയൊരു പാറക്കെട്ട് കണ്ടോ ഗൈസ് ചുരം. അങ്ങനെ ചുരം നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ ഇറങ്ങിയതാട്ടോ. അപ്പം നിങ്ങൾ ചുരം കണ്ടില്ലേ ഗൈസ്. ഇനി നമ്മളിങ്ങനെ വഴിയെ 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 ഓരോന്ന് കാണിച്ചു തരാം. എന്തൊക്കെ കാണുന്നൊന്നും എനിക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ അറിയില്ല, കാരണം നമ്മളെ പോക്കായതുകൊണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ. അപ്പോൾ നല്ല കാര്യം. ഇനി നമ്മള് നേരെ കോഴിക്കോട്, ഈ ഒരു ചുരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കോഴിക്കോട് എത്തുട്ടോ. അടിവാരം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാ? കോഴിക്കോട്. ഞാൻ ജില്ലയാണ് ഉദ്ദേശിച്ചത്, അല്ലപ്പാ? ആണ് ആണ് ആണ്. ഇതാണ് ഒന്നാം വളവ് കേട്ടോ. ഇതാണ് ഒന്നാം വളവ്. അതായത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോ ഒന്നാമത്തെ വളവ്. ഇനി എനിക്ക് കാഴ്ചകളൊന്നും കാണാൻ പറ്റൂല, കാരണം അപ്പുറത്തെ സൈഡിൽ, അതായത് പാത്തൂന്റെ സൈഡിലാണ് മൊത്തം
കാഴ്ചകൾ ഇനിയിട്ടുള്ളത്. അതാ താജ്മഹൽ. ഗൈസ്, ഈ ചുരം ഇറങ്ങുമ്പോഴുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ ചെവി അടയും കേട്ടോ. ചെവി അടഞ്ഞിട്ട് ഒരു വേദന. എനിക്ക് അങ്ങനെ ഉണ്ടാവലുണ്ട്, ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവില്ല. എനിക്ക് പെട്ടെന്ന് ചെവി അടയും. എങ്ങോട്ട് കണ്ടില്ല ഗൈസ്, ഇവിടുന്ന് ഇങ്ങനെ പ്ലാൻ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോ തന്നെ എനിക്ക് ഇന്ന സ്ഥലത്ത് പോവും എന്ന് പറയാൻ പറ്റില്ല. അത് മെയിൻ സ്ഥലങ്ങളാണ്, അവിടെ എന്തായാലും പോകും. അതിന്റെ ഇടയിൽ വേറെ എന്തൊക്കെ സംഭവിക്കുന്ന ഒരു പിടുത്തമില്ല. ജയ്യു ഇവിടെ മരങ്ങളെ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മൾ ബ്ലോക്കിൽ പെട്ടു. ചുരത്തിൽ ബ്ലോക്ക് പെട്ട പണിയാണ്. നമ്മള് ഇറങ്ങി പോകുന്ന ഭയങ്കര പണിയാണ് കേട്ടോ. ബ്ലോക്ക് വലിയ പ്രശ്നമില്ല, നിന്നോണ്ട് നിൽക്കുന്നില്ല, ചെറുതായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഏതോ വണ്ടി കിക്കി പറഞ്ഞു വരുന്നുണ്ട്. ഈ വണ്ടി ഇവിടെ കുടുങ്ങി. അത് അവിടുന്ന് വണ്ടി വരല് നിന്നാലേ അത് കയറാൻ കഴിയുള്ളൂ. അതിനാണ് അയാൾ കിക്കി എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നല്ലേ. ഈ സൈഡിൽ എടുക്കണ വണ്ടി, ഈ സൈഡിൽ എടുക്കണ, ഈ സൈഡിൽ വണ്ടി ഉണ്ടാവില്ല. ക്രോസ് ആണ്. അതിനിപ്പോ ഒരാൾ ഇറങ്ങി നിന്നിട്ട് ഈ വണ്ടി കുടുങ്ങിട്ടോ അവിടെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിപ്പം താമരശ്ശേരി എത്തിട്ടോ. താമരശ്ശേരി അല്ല, അടിവാരെത്തി. അപ്പം എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചിട്ടോ, ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു കൂൾ ബാർ നോക്കി നടക്കുകയാണ് നമ്മള് ഗൈസ്. അപ്പൊ നമ്മളെല്ലാം ഇപ്പൊ ഫേമസ് ബേക്കറിയിലാട്ടോ. ഫേമസ് ബേക്കറി ജയ്യുവിന്റെ ഡ്രസ്സ് കഴിച്ചിട്ടോ. ജയ്യുവിന് ഫുള്ള് ചൂടെടുത്തിട്ട് പരാക്രമാണ്. അപ്പൊ ജയ്യുവിന്റെ ഡ്രസ്സ് കഴിച്ചു. അവന്റെ പാത്തോ, അത് എന്റെ കയ്യിൽ എന്തെല്ലാം പൊടിയുണ്ടാവും പക്ഷേ. അപ്പൊ നമ്മള് ഫേമസ് ബേക്കറിയിൽ കയറി. അവിടുന്ന് നമ്മളിപ്പോ 6 ആൾക്കാരാണ് ഉള്ളത്. അപ്പം 3 ഷവർമയും ജ്യൂസും, പിന്നെ എന്തിനു പറഞ്ഞേ 3 അവിൽ മിൽക്കും. അപ്പം ഫുഡ് വന്നിട്ട് കാണാം ഗൈസ്. അവിൽ മിൽക്ക് വന്നിട്ടുണ്ട്. ഐസ്ക്രീം പൈലിട്ടിട്ടുണ്ടാവും. അവിൽ മിൽക്ക് കഴിച്ചു നോക്കാം. അടുത്തതായിട്ട് ഇതാ ഒരു ചിക്കു ജ്യൂസ് പറഞ്ഞിട്ടോ. ഇതെന്താ ഫോക്കസ് ഇല്ലാത്ത റബ്ബേ. ഗൈസ്, അടുത്ത ചിക്കു ജ്യൂസ് കുടിച്ചു നോക്കാം. നല്ല തണുപ്പ്, ചൂടത്ത് ഇങ്ങനെ തണുപ്പ് പിടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഷവർമ ഷവർമ എത്തിയിട്ടുണ്ട്. മൗണ്ടൻ ഡ്യൂ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാ ഷവർമ എത്തിയിട്ടുണ്ട്. ഓക്കെ ഐസ്, നമുക്ക് ഷവർമ കഴിക്കാം. ഉപ്പിലിട്ട സാധനം ഭയങ്കര ഉപ്പില്ലേ. ഗായ്സ്, അപ്പൊ നമ്മള് ഫുഡ് കഴിച്ച് ഇറങ്ങി കേട്ടോ. കഴിയൂല. അതുകൊണ്ട് നമ്മള് മന്തി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തിന്നാണ്ട് നിങ്ങൾ കണ്ടല്ലോ, അതൊക്കെയാണ് കഴിച്ചത്. പിന്നെ 2 സംഭവം, ഈ 2 മിഠായി വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ എവിടേക്കാണോ പോകേണ്ടത് അവിടെ എത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഒരു സെറ്റ് അങ്ങനെയാ. നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാൻ പറ്റില്ല. ഇത് വലിയ കുഴപ്പമില്ല, പക്ഷെ ഇതിന്റെ ഈ ഡിസൈൻ എനിക്ക് ഇഷ്ടമായില്ല. അത്
അപ്പൊ നമ്മള് സെയ്യൂന് ഈ ഡ്രസ്സ് എടുത്ത് കേട്ടോ. അതായത് ഇങ്ങനത്തെ ചൂടത്ത് ഇടാൻ പറ്റുന്ന കുറച്ച് ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ പോവാണ്. ഭയങ്കര ചൂടാട്ടോ, പറ്റുന്നേ ഇല്ല. നമ്മളിപ്പോൾ ഉള്ളത് മാനാഞ്ചിറ മൈതാനത്തിലേക്കാണ് പോകുന്നത്. ഇതിന്റെ എൻട്രൻസ് അടിച്ചരാം. ഇതാണ് മാനാഞ്ചിറ മൈതാനം പാർക്ക്. പാർക്ക് അടിപൊളി അടിപൊളി. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റ് എന്നാൽ അടിപൊളി. ഓ ഇപ്പച്ചി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇത് കൂടെ ഇങ്ങനെ നടക്കുക. അവിടെ ഇരിക്കുക. എന്താ ചെയ്യുക ഗൈസ്? ഈ ഞാനിപ്പോഴാട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഇതേപോലെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഇതിന് മുന്നൊന്നും ഞാൻ ഇങ്ങനെ വീഡിയോയേ എടുക്കാറില്ല കേട്ടോ. ഫുള്ള് നിങ്ങൾ കണ്ടാലറിയാം, വോയിസ് ഓവർ ആണ് കൊടുക്കാറ്. കാണിച്ചു തരാം. നോക്കൂ ഗൈസ്, ഇതാണ് കേട്ടോ മാനാഞ്ചിറ പാർക്ക്. അടിപൊളി. നമുക്കിനി ഇവിടെ എവിടെങ്കിലൊക്കെ പോയി കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വരാം ഗൈസ്. ഈ ഒരു മരമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കേട്ടോ. ഇവരെ രണ്ട് ഡൈനോസർ ഉണ്ട്. ഡൈനോസറിനെ കാണിച്ചുതരാം. ഓ ഇതാണ് ഗൈസ് മൈതാനം. ഇതാണ് മാനാഞ്ചിറ മൈതാനം. ഗൈസ് ഇപ്പൊ നമ്മളിതാ തിരിച്ച് പോവാണ് കേട്ടോ. അതാ എല്ലാരും ഉണ്ട് ബാക്കില്. നോക്കൂ ഗൈസ് എന്റെ ബാക്കിലുള്ള വ്യൂ. അപ്പൊ നമ്മളിനി നേരെ ബീച്ചിലേക്ക്. ബീച്ചില് നമ്മളെ ഒരാളും കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരു ബീച്ചിൽ എത്തി കിട്ടോ. അപ്പൊ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അത് സസ്പെൻസ് ആണ്. ഓക്കെ. അപ്പം അതെ, എവിടെ പോയിക്കുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഒപ്പരെത്തും ഗൈസ്. അതാണ് ഞങ്ങളെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ. നോക്കൂ ഗൈസ്, ആ വെള്ളം കുടിക്കുന്ന കാക്കകളല്ല കേട്ടോ, പരുന്തുകളാണ്. കാണിച്ചു ഗൈസ്, അതൊക്കെ പരുന്തുകളാണ് കേട്ടോ. ഈ പറന്നുകൊണ്ടിരിക്കുന്നതൊക്കെ പരുന്താണ്. ഓ ഗൈസ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇനി ബീച്ചിലേക്ക് പോവാം. ഗൈസ് ബീച്ചിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നെനിക്ക് ബീച്ച് കാണാണ്ട് തന്നെ മനസ്സിലായി. കാരണം നല്ല മണം. ഭയങ്കര സ്മെല്ലിട്ടോ ഗൈസ്. അതാണ് ബീച്ച് കാണുന്നുണ്ട്. ഹാർബറോ? എന്റെ പൊന്നോ, എന്ത് സ്മെല്ലാണ്. ഇവിടെയാണ് മറ്റേ മീനിനെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ, അതായത് മീൻപിടുത്തക്കാര് മീനിനെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് ഇടുന്ന സ്ഥലം. അതുകൊണ്ടാണ് ഇവിടെ എത്ര സ്മെല്ല് കേട്ടോ. എന്ത് വണ്ടി നിർത്താൻ സ്ഥലം ഉണ്ടാവൂല, അതാണ് മെയിൻ പ്രശ്നം കേട്ടോ. അവിടത്തേക്കൊന്നും നിർത്താൻ പറ്റില്ല. അവിടേക്ക് എന്തോ ബോട്ടിക്കോ കാര്യങ്ങളോ എന്തൊക്കെയോ ഉണ്ട്. ഗൈസ് ഇപ്പൊ ഇനി നമ്മൾ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യട്ടെ. ഇതാണ് വെള്ളം ഡാൻസ്. അല്ല ഇവിടെ അധികം നിൽക്കട്ടെ, അങ്ങോട്ട് അധികം പോകാം. ഇവിടെ നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അതൊരു കോഡ് ഡ്രസ്സാണ്. ഞാൻ ഈശ്വരം ട്രൈ ചെയ്ത് നോക്കാണ്.